നമസ്കാരം. ദേവൂസ് ചാനലിൻ്റെ ജ്യോതിഷ വിഭാഗമായ പ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം. പ്രദക്ഷിണത്തിൽ ഇന്ന് 2025 തിരുവോണ നക്ഷത്രത്തിൻ്റെ ഗുണദോഷ ഫലങ്ങളാണ് വിവരിക്കുന്നത്. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീഡിയോയിലേക്ക് കടക്കാം. മകരം രാശിയിൽപ്പെടുന്ന തിരുവോണ നക്ഷത്രക്കാർ രാശാധിപനായ ശനിയുടെയും നക്ഷത്രദേവനായ ചന്ദ്രൻ്റെയും സ്വഭാവവിശേഷങ്ങൾ പ്രകടിപ്പിക്കുന്നവരാണ്. ദേവഗണത്തിൽപ്പെട്ട ഈ നക്ഷത്രം ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമാണ്. നല്ല സംഭാഷണ ചതുരരായ തിരുവോണ നക്ഷത്രക്കാർ പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്നവരും നല്ല ഈശ്വരവിശ്വാസികളുമായിരിക്കും. ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്ത് മുന്നേറുന്ന ഇവരുടെ ജീവിതം ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിരിക്കും. നല്ല സുഹൃത്ത് വലയമുള്ള തിരുവോണ നാളുകാർ തികഞ്ഞ സാമ്പത്തിക അച്ചടക്കം പുലർത്തുന്നവരുമായിരിക്കും. വൃത്തിയും വെടുപ്പും ഇവരുടെ ഒരു പ്രത്യേകതയാണ്. ആരെയും ആശ്രയിക്കാൻ താല്പര്യമില്ലാത്ത തിരുവോണ നാളുകാർ നല്ല കുടുംബജീവിതം നയിക്കുന്നവരും നല്ല ജീവിത പങ്കാളികളുള്ളവരുമായിരിക്കും. പ്രവർത്തനങ്ങളിൽ സത്യസന്ധത പുലർത്തുന്ന ഇവർ ലളിത ജീവിതം നയിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരും എല്ലായ്പ്പോഴും മറ്റുള്ളവരെ സഹായിക്കുവാൻ സന്നദ്ധതയുള്ളവരുമാണ്. തികഞ്ഞ ശുദ്ധഹൃദയരായ ഈ നാളുകാർ സ്വന്തം ആദർശങ്ങളിലും വിശ്വാസങ്ങളിലും അടിയുറച്ച് വിശ്വസിക്കുകയും ഇഷ്ടമില്ലാത്തത് കണ്ടാൽ വെട്ടിത്തുറന്ന് പറയുന്നവരും പ്രവർത്തന മേഖലയിൽ ശോഭിക്കുന്നവരുമാണ്. 2025 വർഷാരംഭത്തിൽ ഇവർക്ക് 7.5 ശനി കാലമാണ്. എങ്കിലും ശനി സുക്ഷേത്രത്തിലായതിനാൽ കടുത്ത ദോഷങ്ങളൊന്നും നേരിടേണ്ടതായി വരുന്നതല്ല. കൂടാതെ വ്യാഴം വർഷാരംഭത്തിൽ 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. അത് ഗുണഫലങ്ങൾ തരുന്നതാണ്. എങ്കിലും 7.5 ശനിയുടേതായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്. സാമ്പത്തികവും സാമൂഹികവും കുടുംബപരമായ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളും ഇവരെ അലട്ടിയേക്കാം. ബന്ധുക്കളുമായും മേലധികാരികളുമായൊക്കെ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായേക്കാം. അലച്ചിലുകളും യാത്രാക്ലേശങ്ങളും ഉണ്ടാകുന്നതാണ്. അതുപോലെ മാനസിക പിരിമുറുക്കങ്ങൾ വർദ്ധിക്കുകയും ബന്ധുജനങ്ങളുമായി ശത്രുതയിലാകുകയും ചെയ്യും. ഷെയർ മാർക്കറ്റുകളിൽ നിന്നും ആദായം വർദ്ധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്കും തൊഴിലന്വേഷകർക്കും മത്സര പരീക്ഷകളിലൊക്കെ വിജയമുണ്ടാകും. മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളുണ്ടാകും. കർമ്മമേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും താൽക്കാലിക ജോലിക്കാർക്ക് സ്ഥിര നിയമനത്തിന് സാധ്യതയുണ്ട്. സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാകും. പ്രമേഹവും ഹൃദയ സംബന്ധിയായ രോഗങ്ങളും വർദ്ധിച്ചേക്കാം. കുടുംബസ്വത്ത് ഭാഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് വീട്ടിൽ വഴക്കുകളും തർക്കങ്ങളും ഉണ്ടാകും. മാർച്ച് അവസാനത്തോടെ മാനസികമായും സാമ്പത്തികമായും ഏറെ മെച്ചപ്പെടുന്നതാണ്. ശനി ഇഷ്ടഭാവമായ 3-ാം ഭാവത്തിലേക്ക് വരുന്നതോടെ കൃഷിയിൽ നിന്നുമൊക്കെയുള്ള ആദായം വർദ്ധിക്കും. പലവിധ സ്രോതസ്സുകളിൽ നിന്നും ധനവരവുണ്ടാകും. അതുപോലെ മീഡിയ രംഗത്തുള്ളവരും സിനിമ, സീരിയൽ, പരസ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഒട്ടനവധി നേട്ടങ്ങളുണ്ടാകും. കലാകാരന്മാർക്കും കായിക മേഖലയിലുള്ളവർക്കും നേട്ടങ്ങളും ബഹുമതികളും ഉണ്ടാകും. സാമൂഹിക സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തങ്ങൾക്ക് അർഹതപ്പെട്ട അംഗീകാരങ്ങളുണ്ടാകും. സമൂഹത്തിലും കുടുംബത്തിലും അംഗീകാരം സിദ്ധിക്കുന്നതാണ്. സഹോദരങ്ങളുടെ വിവാഹം സാധ്യമാകും. മെയ് മാസത്തോടെ ദേവഗുരുവായ വ്യാഴം 6-ാം ഭാവത്തിലേക്ക് വരുന്നത് ശത്രുദോഷം വർദ്ധിപ്പിക്കുന്നതാണ്.
സാമ്പത്തികമായ ചെലവുകൾ വർദ്ധിച്ചു വരും. കൂടാതെ രാഹുവിൻ്റെ രാശിമാറ്റവും അത്ര നല്ലതല്ല. മറ്റുള്ളവരുമായി അനാവശ്യമായ വാക്കുതർക്കങ്ങളും വാഗ്വാദങ്ങളും ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. വാക്കിലും പെരുമാറ്റത്തിലും ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് വേദന ഉളവാക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. അതുപോലെ തന്നെ ആരോഗ്യകാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കേണ്ടതുണ്ട്. പകർച്ചവ്യാധികളും മറ്റും പിടിപെട്ടേക്കാം. വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ വേണ്ട വിധം ശ്രദ്ധിക്കണം. ബിസിനസ് വിപുലീകരിക്കാൻ സാധിക്കുന്നതാണ്. പഴയ ഗൃഹോപകരണങ്ങളും വാഹനവും മാറ്റി പുതിയവ വാങ്ങുന്നതിന് സാധിക്കും. ഈ വർഷം സർക്കാർ ജോലിക്കാർക്ക് സസ്പെൻഷനോ സ്ഥലമാറ്റമോ ഉണ്ടായേക്കാം. തൊഴിൽ രംഗത്ത് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുകയും അധികമായ ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരികയും ചെയ്യുന്നതാണ്. തൊഴിൽപരമായ കിടമത്സരങ്ങൾ നേരിടേണ്ടി വരും. അലക്ഷ്യമായ സമീപനം മൂലം വിലപിടിപ്പുള്ള സാധന സാമഗ്രികളും രേഖകളുമൊക്കെ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. വർഷാവസാനത്തോടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് രോഗങ്ങൾ പിടിപെടുകയും സാമ്പത്തിക ചെലവുകൾ വർദ്ധിക്കുന്നതുമാണ്. പണം കടം കൊടുക്കുന്നത് ഏറ്റവും വിശ്വസ്തരായ ആളുകൾക്ക് മാത്രമേ ആകാവൂ. അതല്ലാത്ത പക്ഷം അത് തിരികെ ലഭിക്കുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ മാനസിക സംഘർഷങ്ങളും പ്രയാസങ്ങളും വർദ്ധിക്കുന്നതാണ്. തിരുവോണം നാളുകാർ രാഹു, ശനി, കേതു എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിൽ വിധിപ്രകാരമുള്ള ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. കൂടാതെ തിരുവോണം, രോഹിണി, അത്തം നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്രങ്ങളിൽ തൊഴുത് പ്രാർത്ഥിക്കുക. നക്ഷത്രദേവനായ ചന്ദ്രനെ പ്രീതിപ്പെടുത്താൻ ആവശ്യമായ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുക. ജാതകത്തിൽ ചന്ദ്രന് ബലമുണ്ടെങ്കിൽ ദുർഗാദേവിയെയും, ബലമില്ലാത്ത പക്ഷം ഭദ്രകാളിയെയും പൂജിക്കുക. തിരുവോണവും തിങ്കളാഴ്ചയും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഗുണകരമായി പറയുന്നു. കൂടാതെ രാശാധിപനായ ശനിയെ പ്രീതിപ്പെടുത്തുന്നതിനായി ശനിയാഴ്ച തോറും വ്രതം നോക്കുകയും ശാസ്താവിനെ ഭജിക്കുന്നതും ശനീശ്വര പൂജ നടത്തുകയും നക്ഷത്ര ദിവസങ്ങളിൽ അന്നദാനം നടത്തുകയും ചെയ്യുന്നത് ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ഉത്തമമായി പറയുന്നു. അടുത്ത നക്ഷത്രവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.